ഇൻ്റർവ്യൂ പാസ്സാകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? അതിനെക്കുറിച്ചാണ് മിത്ര എഡ്യൂക്കേഷൻ ചാനൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ പാസ്സാകുക എന്ന് പറയുന്നത് ഒരു കടമ്പയാണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ, ഇഷ്ടംപോലെ പ്രൊഫഷണൽസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവർ സ്കിൽഡാണ്, പക്ഷേ അവർക്ക് ഇൻ്റർവ്യൂ പാസ്സാകാത്തതിൻ്റെ പേരിൽ പലപ്പോഴും അവർക്ക് ജോബ് കിട്ടാണ്ട് വരിക, അല്ലെങ്കിൽ ജോലി നിഷേധിക്കപ്പെടാറുണ്ട്. പക്ഷെ അവർക്ക് കഴിവില്ല എന്നല്ല, അവർക്ക് കഴിവുണ്ട്. അവർക്ക് ഏത് ആ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ അവരെക്കാളും പ്രഗത്ഭരായ ആൾക്കാരെക്കാളും അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവർക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി ആ ഇൻ്റർവ്യൂ കടമ്പ കടക്കാൻ പറ്റാത്തത് കൊണ്ട് ജോലി കിട്ടുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു മലയാളി വിദ്യാർത്ഥികളെ നമ്മൾ എടുത്തിട്ട് അവരുടെ നമ്മൾ ചോദിക്കുകയാണ്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ പറയാറുണ്ട്, മൈ നെയിം ഈസ് ദിസ്, ഐ ആം കമ്മിങ് ഫ്രം ദിസ് പ്ലേസ്, ഐ ഹാവ് ഉടനെ തന്നെ നമ്മൾ പറയും, മൈ ഫാദർ അറ്റ് ഹോം, മൈ മദർ അറ്റ് ഹോം, ഐ ഹാവ് 2 sisters, 1 brother ആൻഡ് 1 brother ഹാവിങ് എ ഗേൾ ഫ്രണ്ട്. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അവർക്ക് അറിയണ്ട. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അറിയേണ്ട ഇതാണ്, ഈ നിങ്ങൾക്ക് കുടുംബത്തിൽ ആരുണ്ടോ അതൊക്കെ പിന്നത്തെ കാര്യമാണ്. ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ മനസ്സിൽ ശരിക്കും നിങ്ങൾക്ക് എന്തൊക്കെ ആ കമ്പനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് തെറ്റുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഒരു ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഡ്രസ് കോഡ്. ഡ്രസ് കോഡ് കൃത്യമായിട്ട് നമ്മൾ ആ ഇൻ്റർവ്യൂ ഏത് ടൈപ്പ് ഇൻ്റർവ്യൂ ആണോ ആ ഇൻ്റർവ്യൂവിന് പോകേണ്ട രീതിയിൽ നമ്മുടെ ഡ്രസ് കോഡ് അറേഞ്ച് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, അവിടെ പോകുമ്പോൾ അവർ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഏത് മേഖലയിലാണോ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിന് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം റെഡി ആയിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ പോയി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റൂ. ഇതിനുമൊക്കെ അപ്പുറം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ പലരും ഈ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല. എല്ലാവരും ഇൻ്റർവ്യൂവിൻ്റെ കോൾ വന്നു കഴിഞ്ഞാൽ ആദ്യമേ പഠിച്ചു വെക്കും നമ്മൾ 10 വരി. ആ 10 വരിയും പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നത്. പക്ഷേ ആ 10 വരി അവിടെ ചെല്ലുമ്പോൾ മറക്കും. കാരണം ഇവിടെ ഇരിക്കുന്ന 3 പേര് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന് ഒരാൾ നല്ല ഗംഭീരമായിട്ടുള്ള ഗൗരവത്തിലായിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അതോടുകൂടി നമ്മളെ കാര്യം പോക്കാം. അതോടുകൂടി നമ്മളെല്ലാം മറക്കും. ആദ്യം പേര് സഹിതം മറക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതാണ്, ഫസ്റ്റിൽ ബോഡി ലാംഗ്വേജ് സെറ്റ് ചെയ്തിരിക്കണം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 55-38-7, 55% പ്ലസ് 38% പ്ലസ് 7%, 55-38-7%. ഈ ഒരു തിയറി നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ തിയറിയെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരും. കൃത്യമായിട്ട് എന്താണ് 55-38-7% എന്നുള്ളത് ഞാൻ വ്യക്തമാക്കിയിരിക്കും. അത് നിങ്ങൾ പഠിച്ചിരുന്നാൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിലെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ എല്ലാം ആൻസറുമായിട്ട് ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരും. താങ്ക് യു.